ഓ ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ രാമക്കൽമേടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ മഴക്കാലമായി ഇപ്പോൾ രാമക്കൽമേടിലെ അവസ്ഥകളൊന്നും കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം ഫ്രണ്ട്സ്, ഒരു മനുഷ്യനില്ല. ഇത് കണ്ടില്ലേ, മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ഈ കാണുന്ന ബാക്കി കാണുന്നതല്ലേ രാമക്കൽമേട്. അതാണ് രാമക്കൽമേട് എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അവിടെയാണ് ശ്രീരാമന്റെ കാലിന്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, ഫുട് പ്രിന്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അവിടെയൊക്കെ സാധാരണ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഇപ്പൊ കണ്ടോ, ഒരു മനുഷ്യൻ പോലും കാണിക്കാം. ഇത് കണ്ടില്ലേ, സാധാരണ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്ടാണ്. ഒരു മനുഷ്യനെ പോലെ ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇത് കണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ ആൾക്കാർ പോകുന്നത് കാണാൻ. ഇതുണ്ടല്ലോ, ഒരു മനുഷ്യൻ പോലും ഇല്ല. അങ്ങ് മണ്ടേ കാണുന്നത് അവിടെയാണ് ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് നടന്ന സമയത്ത് ഇവിടെ വന്നെന്നൊക്കെയാണ് ഐതിഹ്യം. ഓക്കെ, ഇപ്പം കണ്ടു, ഒരു മനുഷ്യൻ പോലും അതിലില്ല കേട്ടോ. ഇങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ആമപ്പാറ. ഇതാണ് നമ്മുടെ ആമപ്പാറ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോട്ടേജുകൾ എന്തൊക്കെയോ ഉണ്ട്. ഇതുണ്ടല്ലേ, റൂംസുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സോളാർ. ഈ മല ഫുള്ളായിട്ട് സോളാറാണ് കേട്ടോ. ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. നേരെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ തമിഴ്നാടിൻ്റെ ഏതോ ഒരു മലയിൽ മഞ്ഞിറങ്ങുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ തമിഴ്നാട്. ഇതുണ്ടല്ലേ, മരങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് സ്കൂൾ അസംബ്ലി നിൽക്കുന്ന പോലെയാണ് തെങ്ങുകൾ നിൽക്കുന്നുണ്ടല്ലേ. അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങൾ കാണാം നമുക്ക്, തമിഴ്നാടിൻ്റെ കാറ്റാടിപ്പാടങ്ങൾ കണ്ടോ. ഇങ്ങ് നേരെ ഇപ്പുറത്ത് രാമക്കൽമേട് കാണാം, കണ്ടല്ലേ. ഇതാണ് രാമക്കൽമേട്. അപ്പോൾ അടിപൊളിയാണ്. പക്ഷേ ആരുമില്ല, മഴയായതുകൊണ്ട്. പക്ഷേ ആരുമില്ല ഇവിടെ കാണാൻ, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞാനും വൈഫ് കൊച്ചും കൂടെ വന്നാണ്. കണ്ടല്ലേ, ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. ഒരു മനുഷ്യൻ പോലും വേറെ ഇല്ല. അപ്പുറത്തുണ്ട്, അങ്ങേ സൈഡിലുണ്ട് കുറച്ച് പേരുണ്ട് കേട്ടോ. എന്നാലും സാധാരണ വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.